ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ യൂബറോട്ട് ഓടി നമ്മൾ ഏലൂരി വന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ ഏലൂർക്ക് ട്രിപ്പ് അടിച്ച് നേരെ ഏലൂർ ഫാക്റ്റിൻ്റെ കോട്ടേഴ്സിലേക്ക് ഇറങ്ങും. അവിടെ ആളിറക്കിയിട്ട് ഫാക്റ്റിൻ്റെ സൈഡിലൊന്നും ഇറക്കാണ്. ഇവിടെ കുഴപ്പമില്ല, നല്ല സ്ഥലമാണ്. ഇവിടെ നിന്ന് ട്രിപ്പ് അടിക്കും എറണാകുളത്തോട്ടൊക്കെ. ഏകദേശം ഇപ്പോൾ ഇന്ന് ട്രിപ്പ് ഉണ്ടായിട്ട് കുഴപ്പമുണ്ടായില്ല. ഇന്നത്തെ ദിവസം ഒരു ചേട്ടൻ കയറിയിട്ട് ഒരു പയ്യനാണ്, പുള്ളി എന്തോ ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാനാണ് പുള്ളി. എന്നിട്ട് ട്രിപ്പ് പറഞ്ഞ അടിച്ച് തൃക്കാക്കരയെന്ന് പുള്ളി എടപ്പള്ളി ആദ്യം ബുക്ക് ചെയ്ത്. എടപ്പള്ളി കയറി പുള്ളി വണ്ടി കയറിയിട്ട് പറഞ്ഞു, ചേട്ടാ നമുക്ക് വൈറ്റിലേക്ക് പോകണം, ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുന്നു പറഞ്ഞു. ഞാനിപ്പോൾ ചേഞ്ച് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ പുള്ളി ചേഞ്ച് ചെയ്ത് നേരെ വൈറ്റിലേക്ക് ആക്കി. വൈറ്റിലേക്ക് പോകണ വഴിക്ക് കുറച്ച് നേരം സംസാരിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനും പുള്ളി സംസാരിച്ച് പിന്നെ നല്ല കമ്പനിയായി. പുള്ളി അപ്പോൾ ഒരു പണി ചെയ്ത്, എനിക്ക് വൈറ്റിലേക്ക് പോയിട്ട് എനിക്ക് ലാപ്ടോപ്പ് എടുക്കണം, 2 സാധനം എടുത്തിട്ട് ഞാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഇത് ഫ്ലാറ്റിലേക്ക് വൈറ്റിലെ തന്നെ ഉള്ളൊരു ഫ്ലാറ്റിൽ കയറി പുള്ളി നേരെ സാധനങ്ങൾ എടുത്തു തന്ന് ലാപ്ടോപ്പും എന്നിട്ട് തിരിച്ച് പുള്ളി അങ്ങനെ കൊണ്ടാക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് കുഴപ്പമില്ലാത്ത ട്രിപ്പായിരുന്നു, നല്ല ട്രിപ്പായിരുന്നു. വലിയ ഒറ്റയടിക്ക് ഡബിൾ ട്രിപ്പാണ് കയറി. പിന്നെ അല്ലാണ്ട് കുറേ രാവിലെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ട്രിപ്പ് ഉണ്ടായി. കുഴപ്പമില്ല. എൻ്റെ അമ്മോ, ഈ FA കോട്ടേഴ്സിൻ്റെ കൂടെ ഈ സൈഡിലൂടെ വന്നത് ഫ്രണ്ടിൽ കൂടെ കീരിയൊക്കെ പോണു. കീരിയിൽ പറഞ്ഞ പാമ്പുണ്ടാവും, കീരിയും പാമ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് കോട്ടേഴ്സിൻ്റെ സ്ഥലമാണിത്. ഇവിടെ വഴി അടച്ചിട്ടേക്കാണ്. പിന്നെ ഇവിടെ തണലാണ് നല്ല. നേരെ റോഡ് ഉണ്ടായാൽ നേരത്തെ ഇത് ഇവിടെ ഈ പഴയ കോട്ടേഴ്സ് പൊളിക്കണോണ്ട് അടച്ചിട്ടേക്കാണ്. ഞാനിപ്പോൾ എൻ്റെ വീട് ഇവിടുന്ന് കുറച്ച് പോയി ഞാനിപ്പോൾ ഇവിടെ ഒന്ന് ചവിട്ടി. പക്ഷെ കുറച്ച് നേരം ഇവിടെ ഒതുക്കിയിട്ടിട്ട് പോകുന്നിടത്ത് ഇവിടെ ട്രിപ്പ് അടിക്കും. നല്ല ഏരിയമാണ്. സൈഡിലൊക്കെ ഒരു കുഴി. ഞാനിങ്ങനെ ചെറുതായിട്ട് കോൾഡ് ഉണ്ട്. കോൾഡ് ഇപ്പോൾ 2 ദിവസമായി കോൾഡ് കിട്ടും ഭയങ്കരമായിട്ട്. രാത്രി മഞ്ഞിൻ്റെ ആണെന്ന് അറിയില്ല. ഞാൻ 2 ദിവസം ബൈക്കിന് എറണാകുളത്തോട്ട് പോകണ്ടായി, അതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഭയങ്കര പൊടിയാണല്ലോ. പൊടിയായതുകൊണ്ട് ഒരു രക്ഷയില്ല, ഭയങ്കര കോൾഡ്. ഇവിടെയൊക്കെ തണലുള്ള സ്ഥലം, ഇവിടെ തണലുള്ള സ്ഥലത്തൊക്കെ പാർക്കിംഗ് നിറഞ്ഞിരിക്കുന്നത്. ഗവൺമെൻറ് ഓഫീസുകളാണ് ലെഫ്റ്റ് സൈഡിലൊക്കെ കാണുന്നത്. പഴയൊരു ഫ്ലാറ്റ് ഒക്കെ ഉണ്ടല്ലോ, ഞാനത് ശ്രദ്ധിച്ചിട്ടുള്ള ഈ ഫ്ലാറ്റ് പണിതിട്ട് പണി പോകില്ല. ഇത് നമ്മൾ മട്ടാഞ്ചേരി റൂട്ടാണത്. തോപ്പുംപടി കുണ്ടന്നൂരിന്ന് കയറില്ല. ഈ റോഡ് നല്ല നല്ല ഒരു ടീമിനെ കൊണ്ട് നമ്മൾ നേവൽ ബേസിൻ്റെ കോട്ടേഴ്സിലേക്ക് പോകണാണ്. നേവിയുടെ അല്ല, കസ്റ്റംസിൻ്റെ കോട്ടേഴ്സിലേക്ക് പോയിരുന്നു. നല്ല റോഡാണ്, നല്ല സ്ഥലമാണ്. ഇവിടെ നിന്ന് ചവിട്ടിപ്പൊളിച്ചോ കുണ്ടന്നൂർ മാത്രം ജംഗ്ഷൻ മാത്രം ബ്ലോക്ക് വരുള്ളൂ. ഈ ഒന്നും കുഴപ്പമില്ല, നല്ലൊരു ലെഫ്റ്റ് സൈഡിലൊക്കെ ആയാലാണ് കുമ്പളങ്ങി പാലം. ചില സ്ഥലങ്ങളിൽ കുഴപ്പമില്ല, നല്ല റോഡുകളൊക്കെയാണ്. എടപ്പള്ളി സൈഡിലെ കുറച്ച് ഭാഗമാണ് മോശം. കൊടുങ്ങല്ലൂർ റൂട്ടൊക്കെ തകർന്ന് പൊളിഞ്ഞെടുക്കുകയാണ്. കാലങ്ങിറങ്ങി നേരെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ കുമ്പളങ്ങി പാലം. ഇവര് ഈ മലയാളീസ് അല്ലേ ഈ വണ്ടിയിലിരിക്കണവര്. ഇവരെന്തോ ഇതാണ് രാജസ്ഥാനി എന്തോ കസ്റ്റംസിൽ വർക്ക് ചെയ്യാനാണ്. ഒരു ഹിന്ദി അറിയാം, ഇംഗ്ലീഷും ചെറുതായിട്ട്, വേറെ ഭാഷകളൊന്നും അവർക്ക് അറിയില്ല. അമൃത ഹോസ്പിറ്റലിൽ നിന്ന് കയറിയതാണ് ഇവര്. അപ്പം ഇവര് പറയണ വേറെ ഏതൊരു ഭാഷയാണ്. എന്തോ ഇവര് എന്തോ ഇതാണ് ബ്രാഹ്മൺസ് അങ്ങനെ എന്തോ ടീമാണെന്ന് തോന്നുന്നു. അവിടുത്തെ എന്തോ ഈ സിഗ്നലിൽ ബ്ലോക്ക് ആയിരിക്കുള്ളൂ ഈ സമയത്തൊക്കെ.
ഈ ലെഫ്റ്റ് സൈഡിൽ പോലീസ് ചെക്കിങ് ഉണ്ട്, അതെപ്പോഴും ഉണ്ടാവും അവിടെ ചെക്കിങ്. ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ആലുവ ടൗണിലാണ് ഈ കാണുന്നത്. ആലുവയിലെ ട്രിപ്പ് അടിച്ച് ഞാൻ പോകുന്നതാണ് യൂബർ. ആലുവയിൽ നിന്ന് ട്രിപ്പ് പോയി, പക്ഷേ പിന്നെ അത് കഴിഞ്ഞിട്ടൊന്നും കിട്ടിയില്ല. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയാണ്. ആലുവയിൽ ചില സമയത്തൊന്നും ട്രിപ്പൊന്നും കിട്ടില്ല. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എല്ലാം കിട്ടിയാൽ കിട്ടി. ഞാൻ ഇത്ര നേരം കുറച്ച് അപ്പുറത്തോട്ട് മാറി ഒതുക്കിട്ടേക്ക് കയറും. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന നമ്മുടെ KSRTC സ്റ്റാൻഡ് ആലുവ. ഒരു ട്രിപ്പ് അടിക്കലുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാന്ന് തോന്നുന്നു. ഓ കിട്ടിയില്ല, കൊല്ലംകുടി മുകളായിരുന്നു.